ഇന്ത്യയും ചൈനയും റഷ്യയും ഒരുമിച്ചിരിക്കുന്നു. ഇന്ത്യയും ചൈനയും പണ്ടത്തെ പോലെ വീണ്ടും ഭായ് ഭായ് ആയിരിക്കുന്നു. മോദി നടത്തിയ ഈ നീക്കം ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നത്, യഥാർത്ഥത്തിൽ വട്ടിളക്കുന്നത് ട്രംപിനെയാണ്. ട്രംപിൻ്റെ ഈഗോ അനുവദിക്കുന്നില്ല ഇന്ത്യ ചൈനയുമായും റഷ്യയുമായും ബന്ധം പുലർത്തുന്നതിന്. മാത്രമല്ല, ട്രംപ് പലതരത്തിലുള്ള ഭീഷണികൾ മുഴക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ അധിക തീരുവ മുഴക്കുമെന്ന ഭീഷണി മോദി തള്ളിക്കളഞ്ഞു. മാത്രമല്ല, ട്രംപ് പരസ്യമായി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിലേറ്റവും ക്രൂരമായ ഒരു കാര്യം ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് നിർത്തുക എന്നതാണ്. അതിനെ നിരോധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കൻ കമ്പനികളിൽ ജോലി ചെയ്യുന്നത്, ഇന്ത്യയിലിരുന്ന് ജോലി ചെയ്യുന്ന IT വിദഗ്ധന്മാരുണ്ട് നിരവധി. ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് അമേരിക്ക നിർത്തിയാൽ തൊഴിലില്ലായ്മ ഇന്ത്യയിൽ വർദ്ധിക്കും. ഇതാണ് ട്രംപ് ഇറക്കുന്ന തുറുപ്പ് ചീട്ട്. എന്തായാലും അങ്ങനെ സംഭവിച്ചാൽ മോദി കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ളത് ഉറപ്പ്. അമേരിക്കയ്ക്കും തിരിച്ചടി ഉണ്ടാകും. അമേരിക്കയുടെ ഉൽപ്പന്നങ്ങളായ കൊക്കോകോളയ്ക്കും പെപ്സിക്കും റെഡ് ബുള്ളിനും ഒക്കെ നികുതി വർധനവ് കൊണ്ടുവരും മോദി. അങ്ങനെ അടിക്ക് തിരിച്ചടിയായി പോകേണ്ടി വരും. അടിക്ക് തിരിച്ചടി കൊടുത്തുകൊണ്ട് മോദിയും മുന്നോട്ട് പോകും. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞിരിക്കുന്നു. ട്രംപ് പറയുന്ന പിൻവാക്കുകൾ മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടികളായി വരുന്നു. പഹൽഗാം യുദ്ധത്തിൽ, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആ യുദ്ധം നിർത്തിയത് താനാണെന്ന് ട്രംപ് പറഞ്ഞു. 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് ട്രംപ് പറഞ്ഞു. പിന്നീട് 7 വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് പറഞ്ഞു. ആരുടെ വിമാനമാണെന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതുപോലും രാഷ്ട്രീയപരമായി മുതലെടുക്കുകയാണ് ട്രംപ്. ഇവിടെയാണ് മോദി ട്രംപിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. UN പൊതുസഭ ഇപ്പോൾ നടക്കുകയാണ്. അതിൽ മോദി പങ്കെടുക്കുന്നില്ല. പകരം മന്ത്രി ജയശങ്കറിനെയാണ് അയക്കുന്നത്. ക്വാഡ് സമ്മേളനത്തിൽ അമേരിക്കയും ജപ്പാനും ഇന്ത്യയും ആസ്ട്രേലിയയും ഒക്കെ ചേർന്ന് രൂപീകരിച്ച ക്വാഡ് സമ്മേളനത്തിൽ ട്രംപ് പങ്കെടുക്കില്ല. ട്രംപ് പങ്കെടുക്കാത്ത ക്വാഡ് സമ്മേളനം ഒന്നുമല്ലാതായി മാറും. ഇതിന് തിരിച്ചടിയായി G20 മീറ്റിങ്ങിൽ ഇന്ത്യ പങ്കെടുക്കില്ല. റഷ്യയുടെയും ചൈനയുടെയും പ്രസിഡന്റുമാരും G20 മീറ്റിങ്ങിൽ അവരുടെ നായകന്മാരും, അതായത് പുടിനും ഷി ജിൻപിങ്ങും ഇന്ത്യക്കൊപ്പം G20 മീറ്റിങ്ങിൽ പങ്കെടുക്കാതെ മാറി നിൽക്കും. ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ ലോകം 2 ചേരിയായി തിരിയും. ഇന്ത്യയെ തള്ളിക്കളയാൻ അമേരിക്കയ്ക്ക് പെട്ടെന്ന് കഴിയില്ല. പക്ഷേ ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് നിർത്തുക, അത് അമേരിക്കയുടെ കുടിലമായ തന്ത്രമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് IT മേഖലയിൽ ജോലി ചെയ്യുന്ന യുവാക്കൾക്ക് ജോലി നഷ്ടപ്പെടും. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കും. ഇതാണ് അമേരിക്കൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ട്രംപിൻ്റെ നടപടി ഇത്രയും രൂക്ഷമായ നടപടിയാകും ഉണ്ടാവുക എന്ന് അമേരിക്കൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ട്രംപ് നടപടിയെടുത്താൽ തിരിച്ച് ഇന്ത്യ സോഫ്റ്റ് ഡ്രിങ്കുകൾ നിരോധിക്കും. കൊക്കക്കോളയും പെപ്സിയും റെഡ് ബുള്ളും അടക്കമുള്ള സോഫ്റ്റ് ഡ്രിങ്കുകൾ നിരോധിച്ചുകൊണ്ട് ഇന്ത്യ അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിക്കും. അല്ലെങ്കിൽ അവയുടെ നികുതി വർദ്ധിപ്പിക്കും. അത് അമേരിക്കയ്ക്ക് തിരിച്ചടിയായി മാറും. ട്രംപിന്റെ തലകീഴായി തിരിഞ്ഞ നയങ്ങളെ അംഗീകരിക്കാൻ മോദി തയ്യാറല്ല, ഇന്ത്യ തയ്യാറല്ല. അതാണ് ഇപ്പോൾ തെളിയുന്നത്. ഇന്ത്യയും ചൈനയും ഒരുമിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഇന്ത്യയും ചൈനയും വൻ ശക്തികളാണ്. ഇരുവരും തമ്മിലുള്ള പക മുതലെടുത്തുകൊണ്ടിരുന്നു അമേരിക്കയുടെ രാഷ്ട്ര തലവന്മാർ ഇതുവരെ. ട്രംപും അതുതന്നെയാണ് ചെയ്തത്. പക്ഷേ കാര്യങ്ങളെല്ലാം ട്രംപിന്റെ കയ്യിൽ നിന്ന് പോയി. ട്രംപിന് വഴങ്ങില്ല മോദി എന്നുള്ളത് ഉറപ്പായി. ഈ സാഹചര്യത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു ശീതയുദ്ധം തന്നെ നടക്കുകയാണ്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായിട്ടുണ്ട്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും ശക്തമാണ്. ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന് പണ്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരുന്നു. അതുപോലെ ഇപ്പോൾ ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന് മോദി പറയുമ്പോൾ അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്നത്തെ ഇന്ത്യ കരുത്താർജിച്ച ഇന്ത്യയാണ്. അത്യന്താധുനിക ആയുധങ്ങൾ ഇന്ത്യക്കുണ്ട്.
എയർ ഡിഫൻസ് സിസ്റ്റത്തിലും ഇന്ത്യ വളരെ വളരെ സ്ട്രോങ് ആണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മുമ്പിൽ തലകുനിക്കേണ്ട ഗതികേട് ഇന്ത്യക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചാണ് മോദിയും നിൽക്കുന്നത്. മോദിയും ട്രംപും തമ്മിലുള്ള ശീതയുദ്ധം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നത് ഉറപ്പാണ്. പക്ഷേ റഷ്യയുമായും ചൈനയുമായുമുള്ള ബന്ധം ഇന്ത്യ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് മോദി പറഞ്ഞു കഴിഞ്ഞു. ക്വാഡ് സമ്മേളനത്തിൽ ട്രംപ് പങ്കെടുത്തില്ലെങ്കിൽ G20 മീറ്റിംഗിൽ ഇന്ത്യയും പങ്കെടുക്കില്ല. ഇതാണ് മോദിയുടെ തീരുമാനം. അമേരിക്കയെ പരസ്യമായി തള്ളിപ്പറയാൻ മോദി ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ അമേരിക്കയുടെ വെല്ലുവിളികൾക്ക് മോദി പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്. അത് വളരെ ശക്തമായ രീതിയിലുള്ള നിലപാടാണ്. ആ നിലപാടിന് ഇന്ത്യൻ ജനത കൈയടിച്ച് പറ്റൂ. അമേരിക്ക ഉണ്ടെങ്കിലേ ഇന്ത്യ നിലനിൽക്കുള്ളൂ എന്നൊരു ധാരണ ട്രംപിനുണ്ടായിരുന്നു. പക്ഷേ അമേരിക്ക ഒന്നുമല്ലെന്ന് ഇറാൻ ഇസ്രായേൽ യുദ്ധം തെളിയിച്ചു. ഇറാനിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണത്തിന് ബദലായി ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ഇറാൻ തകർത്ത് തരിപ്പണമാക്കിയത്, അതിൻ്റെ മകുടം തകർത്ത് തരിപ്പണമാക്കിയത് അമേരിക്കയ്ക്ക് വലിയ ഷോക്കായി മാറി. അതുകൊണ്ടാണ് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ട്രംപ് യുദ്ധം അവസാനിപ്പിച്ചത്. എന്തായാലും മോദിയുടെ ആ തീരുമാനങ്ങൾ ശക്തമായി തന്നെ ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നതാണ്. റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ റഷ്യയുടെ പക്ഷത്താണെന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു. ഇവിടെയൊക്കെ അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ്. ചൈനയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചപ്പോൾ അമേരിക്ക വീണ്ടും ഞെട്ടി. അതാണ് ട്രംപിനെ കൊണ്ട് തലകീഴായ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. ട്രംപിൻ്റെ ഒരു ഭീഷണിക്കും വഴങ്ങുന്ന രാജ്യമല്ല ഇന്ത്യ എന്ന് മോദി ട്രംപിന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. മുമ്പ് പലപ്പോഴും അമേരിക്കയുടെ ഇടപെടൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഉണ്ടായിരുന്നു. പണ്ട് ബംഗ്ലാദേശിന് വേണ്ടി നടന്ന യുദ്ധത്തിൽ അമേരിക്കയുടെ 7ാം നാവികപ്പട ഇന്ത്യയെ ആക്രമിക്കാനെത്തിയതും അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഇടപെട്ടതും അമേരിക്കയുടെ 7ാം നാവികപ്പട മടങ്ങിപ്പോയതും ഒക്കെ ചരിത്രം. അന്ന് മുതൽ ഇന്ത്യ അമേരിക്കയുടെ കണ്ണിലെ കരടാണ്. അമേരിക്കയുടെ ഉപരോധ ഭീഷണിയെ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തി. അത് ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ സുപ്രധാനമായ ഏടായി മാറി. ഇന്ത്യ സൈനികമായി വളരുന്നതിൽ അമേരിക്കയ്ക്ക് അതൃപ്തിയുണ്ട്. അത് വർഷങ്ങളായി അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധമാണ്. സോവിയറ്റ് യൂണിയന്റെ പുതിയ വെർഷനായ റഷ്യയുമായി അതേ ബന്ധം, അതേ ഊഷ്മളതയോടെ കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യയിലെ കാലാകാലങ്ങളായുള്ള ഭരണാധിപന്മാർക്ക് കഴിയുന്നു. അത് ഇന്ത്യയുടെ ഒരു വലിയ വിജയമാണ്. ആ ഭരണാധിപന്മാരുടെ ഗണത്തിൽ തന്നെയാണ് മോദിയും നിൽക്കുന്നത്. അവരുടെ ചരിത്രത്തിൽ തന്നെയാണ് മോദിയും നിൽക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യയോട് കളിച്ചാൽ അമേരിക്കയുടെ കളി മാറും. ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് നിർത്തിയാൽ അമേരിക്ക വിവരമറിയുമെന്നുള്ളത് മോദിക്ക് നന്നായി അറിയാം. മോദി പിടിക്കുന്നത് അമേരിക്കയുടെ സോഫ്റ്റ് ഡ്രിങ്കുകളുടെ മേലായിരിക്കും. അവർക്ക് നികുതി കൂട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ അടിസ്ഥാന സാമ്പത്തിക നില തകർന്ന് തരിപ്പണമായി മാറും. എന്തായാലും ട്രംപിന് വഴങ്ങാതെ, ട്രംപിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് മോദി നിൽക്കുന്നു.